ഇന്നത്തെ ബജറ്റിൽ ഏറെ ശ്രദ്ധേയമായ എനിക്ക് വളരെ കാര്യമായി തോന്നിയ ഒന്നാണ് വൺ കേരള ആരോഗ്യ മിഷൻ. കരുതൽ മിഷൻ. കരുതൽ കരുതൽ മിഷൻ. മിഷൻ. ഈ അത് കരുതൽ നമ്മുടെ പിണറായി വിജയന്റെ വാക്കാണ്. എന്തൊരു കരുതലാണ് ഈ മനുഷ്യന് എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അയ്യോ പക്ഷേ കരുതലാണ്. മനുഷ്യന്റെ കരുതൽ സ്വന്തം കാര്യത്തിലേ ഉള്ളായിരുന്നു, നാട്ടുകാരുടെ കാര്യത്തിൽ. വീട്ടുകാരുടെ കാര്യത്തിൽ മാത്രം കരുതലുണ്ടായിരുന്നുള്ളത്, നാട്ടുകാരുടെ കാര്യത്തിൽ ഒരു കരുതലില്ലായിരുന്നു. വീട്ടുകാരെ എന്തൊരു കരുതലാണ് ഈ മനുഷ്യന് എന്ന് പറഞ്ഞാൽ മതി, നാട്ടുകാരുടെ കാര്യത്തിൽ ഇല്ലായിരുന്നു. പക്ഷേ നമ്മുടെ പൂക്കി, അതായത് സതീശൻ, വി.ഡി. സതീശൻ, നമ്മുടെ മുഖ്യമന്ത്രി, അദ്ദേഹം വളരെ കരുതലോടുകൂടിയുള്ള ഒരു മനുഷ്യനാണ്, കരുണയുള്ള ഒരു മനുഷ്യനാണ്. ഓരോ ആൾക്കാരെയും പ്രത്യേകം ശ്രദ്ധിക്കുന്ന കരുതലുണ്ട്. അതിനകത്ത് തള്ളും പിടിയൊന്നുമില്ല, PR വർക്കുമില്ല. സ്വന്തമായിട്ട് അദ്ദേഹം അതിനുവേണ്ടി ഒരു പദ്ധതി മാത്രമല്ല എന്തെങ്കിലും പാവപ്പെട്ടാലും ചോദിച്ചാൽ ഇത് വീട്ടിൽ പോയി ചോരടാന്ന് പറയത്തില്ല. വൺ കേരള കരുതൽ മിഷൻ വളരെ എന്താ പറയുന്നത്, ഒരു 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 നവ മാനുഷിക ഉള്ളതാണ്. നവ ആശയമാണ്, നവ ആശയം. അതാണ് നമ്മൾ ഈ മനുഷ്യന്റെ ഈ ആശയങ്ങൾ, ഇതൊക്കെ ഇത്രയും ആശയങ്ങളും അദ്ദേഹത്തിന്റെ തലയിൽ വിരിഞ്ഞതാണോ, അത് അദ്ദേഹത്തെ ചർച്ചകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞാണോ, അതാണ് നമ്മൾ അറിയേണ്ടത്. അതായത് ഗുരുതരമായ രോഗം ബാധിച്ച്, ഗുരുതരമായ അസുഖങ്ങൾ ബാധിച്ച് ചികിത്സിക്കാൻ കഴിയാതെ പോകുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഒരാൾക്ക് ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടായിരിക്കും ഒരു അപകടമോ അല്ലെങ്കിൽ പെട്ടെന്ന് രോഗമോ കടന്നു വരുന്നത്. അവരെന്ത് ചെയ്യും? നമ്മൾ പെട്ടെന്ന് അങ്കലാപ്പിലായി പോകും, ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം നമ്മുടെ സർക്കാർ ആശുപത്രികളുടെ ഒരു അവസ്ഥ. ഈ കഴിഞ്ഞ സർക്കാർ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ നശിപ്പിച്ചിട്ടിട്ട് പോയെന്ന് ചോദിച്ചാൽ അതിലൊന്ന് ആരോഗ്യ മേഖല തന്നെയാണ്. അതുപോലെ വിദ്യാഭ്യാസം. ഈ ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി ആണ് ഈ വൻ കേരള കരുതൽ മിഷൻ. മാരക രോഗങ്ങൾക്ക് മെച്ചപ്പെട്ട ചികിത്സ കൊടുക്കുക, കുട്ടികൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം നൽകാൻ കഴിയാത്ത രീതിയിൽ സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്നവരെ പിന്നെ പുനരധിവസിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. അപ്പോൾ ഈ ആരോഗ്യ മേഖലയെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ ആളുകൾ പൈസ അല്ലെങ്കിൽ പോലും ഗതികെട്ട് സ്വകാര്യാശുപത്രി പോകും. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ ചർച്ച ചെയ്ത വിഷയമാണ് ഈ അവയവദാനം വലിയ ഒരു വിഷയമാണ് കേരളത്തിലെ വൻകിട ഹോസ്പിറ്റൽ. ഇന്നത്തെ മാധ്യമങ്ങളൊന്നും അത് കൊടുത്തിട്ടില്ല, പക്ഷേ വരാനുള്ളതല്ല ഇന്നലത്തെ ചാനലുകളിലും സാമൂഹിക മാധ്യമങ്ങളിലും. ഇനിയിപ്പോ നമ്മുടെ ഇവിടുത്തെ പ്രമുഖ മാധ്യമങ്ങൾ മുക്ക് പണ്ടത്തെ പരിപാടിയാണ് വാർത്തകൾ മുക്കുക. ഈ വാർത്ത മുക്കലും ഇപ്പൊ നടക്കുകയില്ല. പിന്നെ ഇവർക്ക് പരസ്യം വേണം. അവർക്ക് പരസ്യം വേണ്ടതുകൊണ്ട് അവരവിടെ ചെല്ലുന്നുണ്ടേ, നിങ്ങൾ ഞങ്ങളുടെ വാർത്ത കൊടുത്തില്ലേ, പരസ്യമില്ല എന്ന് പറയുമ്പോൾ ഇവർക്ക് പറയാം, ഞങ്ങൾ വാർത്ത കൊടുത്തെങ്കിൽ നിങ്ങളുടെ പേര് കൊടുത്തില്ല എന്ന് പറയാം. ഇനി ആർക്ക് വേണം ഇവരുടെ പേര്? ഇവിടെ അറിയാവുള്ളവരെല്ലാം അറിഞ്ഞു, അത്രേ ഉള്ളൂ. അതേ ഉള്ളൂ ഇതിനകത്തെ വിഷയം. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ ആരോഗ്യ മേഖല മൊത്തം വിദേശ നിക്ഷേപം നടക്കുക. കോഴിക്കോട് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ആശുപത്രികളെല്ലാം വിദേശ അമേരിക്കൻ കമ്പനികളും വാങ്ങുകയാണ്. അതായത് ബേബി മെമ്മോറിയൽ. അവർക്ക് മനസ്സിലായി നമ്മളെ മുതലെടുക്കാൻ പറ്റിയൊരു സംസ്ഥാനമാണ് കേരളം. അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ അസുഖങ്ങളുള്ള സംസ്ഥാനമാണ് കേരളം. പുതിയ അസുഖങ്ങൾ എബോള വരെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഏത് രോഗം ആദ്യം പൊട്ടിപ്പുറപ്പെട്ടോ ആഫ്രിക്കയിൽ ഒരു രോഗം വന്നാൽ അതിന്റെ ഒരു കണ്ണി ഇവിടെ ആയിരിക്കും എത്തിച്ചേരുക. അത്രയും ഇതിലാണ് നമ്മുടെ ആരോഗ്യ മേഖല. പിന്നെ അതിനെയൊക്കെ നമ്മൾ നേരിടുന്നുണ്ട്. ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ട് ഇതൊക്കെ ഓടിപ്പോകുന്നുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് ഇതിന്റെ പേര് മേനി നടിക്കുക, ക്രെഡിറ്റ് എടുക്കുക എന്നുള്ള ഒരു ഇവിടുത്തെ ഈ ഒരു നമുക്കറിയാം കേരള മോഡൽ എന്നാണ് പറഞ്ഞിരുന്നത്. അതാണ് അളിഞ്ഞ തരം താണ രാഷ്ട്രീയം എന്ന് ഇതിനെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് ഇപ്പം ഈ ഒരു സംഭവത്തിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഒരു വൺ കേരള മിഷൻ, അതായത് വൺ കേരള കരുതൽ മിഷൻ ഒരു സാങ്കേതിക വിദ്യാധിഷ്ഠിത പ്ലാറ്റ്ഫോമാണ്. അതായത് മാരക രോഗങ്ങൾ ബാധിച്ചവർക്ക് ചികിത്സ ലഭ്യമാക്കാനും കുട്ടികൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം ലഭ്യമാക്കാനും. അപ്പോൾ ഇതിനൊരു ഫണ്ട് സമാഹരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇത് പറയുമ്പോൾ എനിക്ക് വലിയ ഓർമ്മ വരുന്ന ഒരു സംഭവമുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങൾ മെഴുവേലി പഞ്ചായത്താണ് പത്തനംതിട്ടയിൽ. ഒരു 95 പഞ്ചായത്ത് രാജ് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പഞ്ചായത്ത് CPM-ൻ്റെ പഞ്ചായത്തായിരുന്നു. ആ പഞ്ചായത്ത് ആദ്യമായിട്ട് കോൺഗ്രസ് അധികാരത്തിൽ. അന്ന് കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് ബി നന്ദകുമാർ എന്ന് പറഞ്ഞ ഒരാളാണ് പറയുന്നത്. ബാന്താരത്ത് ബി നന്ദകുമാർ ഗ്രൂപ്പുകാരനാണ്. അപ്പോൾ അദ്ദേഹം വന്ന ഉടനെ തന്നെ അദ്ദേഹം ആരംഭിച്ചെന്ന് അറിയോ, പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ നിധി. കേരളത്തിൽ ആദ്യത്തെ സംഭവം കേട്ടിട്ടില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് ദുരിതാശ്വാസ നിധി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇതിലേക്ക് നിങ്ങൾ സംഭാവന ചെയ്യാൻ പറഞ്ഞു. ആ പഞ്ചായത്ത് പ്രസിഡന്റ് ദുരിതാശ്വാസ നിധി ആദ്യമായിട്ട് രൂപീകരിക്കുന്ന പഞ്ചായത്താണ് മെഴുവേലി പഞ്ചായത്ത്. ഇതിലേക്ക് ഒരുപാട് പേര് പൈസ ഇട്ട് അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പഞ്ചായത്തിൽ തീർത്തും അവശ നിലയിൽ കഴിയുന്ന ആൾക്കാർക്കൊക്കെ ഈ ഫണ്ടിൽ നിന്ന്, ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ദുരിതാശ്വാസ പൈസ പിന്നീട് അതിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയില്ല. പക്ഷേ ആദ്യ കാലഘട്ടത്തിലൊക്കെ അത് അങ്ങനെയാണല്ലോ. ഇന്നിപ്പോൾ ഈ വൺ കേരള കരുതൽ മിഷൻ എന്ന് ഞാൻ വായിച്ചപ്പോൾ ഇതിൻ്റെ ഒരു ഇതിന് ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിയപ്പോൾ എനിക്ക് ഈ സംഭവമാണ് ഓർമ്മ വന്നത്. അത് തന്നെയാണ് സത്യത്തിൽ വി.ഡി. സതീശൻ ഇവിടെ നടപ്പാക്കാൻ പോകുന്നത്. അതിതാണ്, അതായത് നമുക്കിപ്പോൾ അറിയാം സർക്കാർ ഇതര സംഘടനകൾ, സർക്കാർ അല്ലാത്ത സംഘടനകൾ
CSR ഫണ്ടുകൾ, സ്ഥാപനങ്ങളിൽ നിന്ന് വ്യക്തികളുടെ സഹായം, ഇങ്ങനെ സംഭാവനയ്ക്ക് ഓരോ രൂപയും അർഹരായവർ തന്നെ ചെന്നെത്തണം എന്നുള്ളതിൻ്റെ ഉദ്ദേശത്തോടു കൂടി ആണ് ഈ ഫണ്ട് സമാഹരിക്കുന്നത്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കപ്പെടുന്ന ഒരു സാധനമാണ് CSR ഫണ്ട്. അതറിയാമല്ലോ. കോർപ്പറേറ്റ് പിന്നെ എന്താ പറയുന്നത്, അവരുടെ സാമ്പത്തിക ആഘാത ഫണ്ടെന്നോ എന്നാണ്ട് അതിൻ്റെ ശരിക്കുള്ള പേര്. പിന്നെ അതായത് ഒരു ലാഭം കൊയ്യുന്ന കോർപ്പറേറ്റ് കമ്പനി ഇത്ര രൂപ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ആയിട്ട് മാറ്റി വയ്ക്കുക. അത് നിർബന്ധമാണ്, മാൻഡേറ്ററി ആണ്. എല്ലാവരും കൊടുത്തേ പറ്റും. ഇവര് പലരും ഞങ്ങളെ ഒരു ഉദാരമനസ്കത കൊണ്ട് ഞങ്ങൾ ചെയ്യുന്നു, അതൊന്ന് നാട്ടുകാരെ ഇത് അതേ രീതിയിൽ തിരിച്ചടിച്ചു മാറ്റുന്ന കമ്പനികളും ഉണ്ട്. വേറെ രീതിയിൽ ഇത് കൊണ്ടുപോയിട്ട് ഈ CSR ഫണ്ട് വക മാറ്റി ഇവർ വേറെ രീതിയിൽ അടിച്ചു മാറ്റിക്കൊണ്ടു. അങ്ങനെയുള്ള ഒരു പരിപാടി കൂടെ ഉണ്ട്. അപ്പം ഈ CSR ഫണ്ട് എന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്കെല്ലാം CSR ഫണ്ട്, ഹോസ്പിറ്റലുകൾക്കുണ്ട്, സ്വകാര്യ ആശുപത്രികൾക്കുണ്ട്, ഇതിൻ്റെ എല്ലാ CSR. ഹോസ്പിറ്റലുകളിലെ CSR ഫണ്ട് അവരെന്ത് ചെയ്യുന്നറിയോ, അവരവിടെ വരുന്ന പേഷ്യൻസിന് തന്നെ കൊടുക്കും. അതേ ചെറിയ തുക അവർക്ക് കൊടുത്തേച്ച് ഇവർ വലിയ തുക എഴുതിയെടുക്കും. അങ്ങനെ ചെയ്യുന്ന ഹോസ്പിറ്റലുകൾ ഒത്തിരി ഉണ്ട്. ഈ CSR ഫണ്ടിൽ കുറച്ച്, എന്നാൽ അത് ഫുള്ളായിട്ട് കൊടുക്കുന്ന ഹോസ്പിറ്റലുകളുണ്ട്. CSR ഫണ്ട് ഈ പേഷ്യൻസിന് തന്നെ, അതായത് അവർ ഈ വലിയ ബില്ല് വരുമ്പോൾ അതിൽ കുറച്ച് കൊടുക്കുന്ന അങ്ങനെയുള്ള ആശുപത്രികളും ഉണ്ട്. അപ്പം ഈ ഫണ്ടിലെ തട്ടിപ്പുകൾ, അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പം നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നമ്മളാരെങ്കിലും പൈസ ഇടും? പൈസ ഇട്ടാൽ ഇവർ കൈയിട്ട് വാരും എന്നൊരു പ്രചാരണം, അതിൻ്റെ പേര് ഒരുപാട് പേര് കേസ് കൊടുത്തു. ഒത്തിരി പേര് കേസ് കൊടുത്തു. പക്ഷേ അവിടെ എന്താണ് സംഭവിച്ചത്? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സഹായം കൊടുത്ത ആർക്ക്? ഒന്ന് ഉഴവൂർ വിജയന്റെ കുടുംബത്തിന്. അതെ, അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമാണ്. അദ്ദേഹത്തിന് എന്താണ് ഇതിന് മറ്റൊന്ന്, അതും വലിയ തുകയാണ് കൊടുത്തത്. ചെങ്ങന്നൂരിൽ MLA ആയിരുന്ന രാമേന്ദ്രൻ നായരുടെ കുടുംബം, അവർക്ക് ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും കൊടുത്തു. മകന് ജോലി കൊടുത്തിട്ട് അത് കോടതി അത് റദ്ദാക്കി വിടുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ ഇവരുടെ ആൾക്കാർക്ക് മാത്രമായിട്ടാണ് ഈ ദുരിതാശ്വാസം, അവർക്ക് മാത്രമേ ഉള്ളൂ, അങ്ങനെ പോയിക്കൊണ്ടിരുന്നതാണ്. ഇത് പക്ഷേ അങ്ങനെയല്ല. ഇത് ദുരിതാശ്വാസ ഫണ്ടിന് പുറമെയാണ് ഈ വൺ കരുതൽ. മാത്രമല്ല, ഇത് കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ നാട്ടിലെ സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണം. തിരുവനന്തപുരത്ത് ഒരു മെഡിക്കൽ കോളേജും കൂടെ വരുന്നുണ്ട് എന്നാണ് ബജറ്റ് കാണുന്നത്. അതെ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഇപ്പോൾ ഇത്രയും വലിയ പഴയതായിട്ട് പോലും അവിടെ സ്ഥലപരിമിതി വ്യാപകമാണ്. മാത്രമല്ല, ഒരു കട്ടിൽ 2 രൂപ വരെ കിടത്തിയ അവസ്ഥ ഇപ്പോഴും അവിടെ തുടരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, അതിൻ്റെ ജനറൽ ഹോസ്പിറ്റൽ, മറ്റു ആശുപത്രികളുടെ ഒക്കെ തന്നെ എല്ലാ സർക്കാർ ആശുപത്രികളുടെയും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണം. ഇപ്പോൾ ഞങ്ങൾ നെടുമങ്ങാട്ട് ഞങ്ങളുടെ ഗവൺമെൻറ് ആശുപത്രി വളരെ പരിമിതികൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ VM സുധീരൻ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്താണ് വലിയൊരു ബ്ലോക്ക്. അത് എനിക്ക് തോന്നുന്നു അവസാനം മന്ത്രി ഒപ്പിട്ട ഫയൽ അതാണെന്ന്. അത്ര ഒരു അങ്ങനെ അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം കൺവിൻസ്ഡായി ഇത് അവിടെ ഒന്ന് സംവിധാനം. കാര്യം പണ്ട് രാജാവിൻ്റെ തുടങ്ങിയ കെട്ടിടങ്ങളും ഒരു 1-2 പൊളിഞ്ഞു വീഴാതെ കെട്ടിടങ്ങളും ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ GR അനിൽ മന്ത്രിയായിരുന്നു, അപ്പോൾ അദ്ദേഹത്തിൻ്റെ MLA ഫണ്ടിൽ നിന്ന് ഒരു വലിയ ബിൽഡിങ് അവിടെ വന്നു. ഇതുപോലെ എല്ലാ സ്ഥലങ്ങളിലും പരമാവധി അടിസ്ഥാന സൗകര്യങ്ങൾ, താലൂക്ക് തലങ്ങളിലെങ്കിലും, ജില്ലാ ആശുപത്രികളെന്ന് പറഞ്ഞാൽ പഴയ താലൂക്ക് ആശുപത്രികൾ, അവിടത്തെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണം. അതുപോലെ ഈ എന്താണ് നമ്മൾ സ്കാനിങ്ങിനോ എക്സ്റേക്കോ ചെന്നാൽ പുറത്തു എടുത്തോണ്ട് വാന്ന് പറയുന്ന രീതിയുണ്ടല്ലോ. അതല്ല ഇപ്പൊ അതിന് പുതിയ പദ്ധതി നമ്മുടെ ആരോഗ്യമന്ത്രി കൊണ്ടുവരുന്നുണ്ട്. ഇതിപ്പോ ഈ കരുതൽ മിഷൻ, വൺ കേരള കരുതൽ മിഷൻ, ആ കരുതൽ മിഷന് വേറൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൻ്റെ സംഭാവനകൾ പൂർണ്ണമായും കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാത്രമായിരിക്കും ഉപയോഗിക്കുക എന്നത് ഉറപ്പുവരുത്തും. ഇതിൻ്റെ ഭരണപരവും പ്രവർത്തനപരവുമായ ചെലവ് മുഴുവൻ സർക്കാർ വഹിക്കും. സർക്കാരിൻ്റെ ചെലവ് അതാണ്. ഇതിനകത്തേക്ക് ഫണ്ടുകൾ ഇപ്പം ഇഷ്ടം പോലെ, ഇപ്പം മുഖ്യമന്ത്രി ഒരു അഭ്യർത്ഥന നടത്തിയാൽ ഈ പറയുന്ന വൺ കേരള കരുതൽ മിഷനിലേക്ക് ഫണ്ടുകൾ ഇഷ്ടം പോലെ കുഞ്ഞുകൂടും. ഒരുപാട് ആൾക്കാർക്ക് ഇത് ഒരു സഹായമായിട്ട് വരും. അതുപോലെ തന്നെ ഇതിനകത്ത് സുതാര്യമായ ഗുണഭോക്തൃ തിരിച്ചറിയൽ പ്രോട്ടോകോൾ ഉണ്ട്, ഡിജിറ്റൽ വെരിഫിക്കേഷൻ ഉണ്ട്, തത്സമയ പൊതു വെളിപ്പെടുത്തൽ സംവിധാനമുണ്ട്. ഇതിനകത്ത് എത്ര രൂപയുണ്ട്, ആർക്കൊക്കെ കൊടുത്തു എന്നുള്ളത് ഇതിനകത്ത് തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഇതിന് 1 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ഈ സർക്കാരിൻ്റെ കരുതൽ പിണറായി സർക്കാരിൻ്റെ കരുതൽ പോലെ അല്ല, അതല്ല കരുതൽ. അതിനെ കരുതലെന്നൊന്നും പറയാൻ പറ്റില്ല, അത് കൊള്ളയടിയായിരുന്നു. ഇതാണ് കരുതൽ. ഈ സംഭവം നടപ്പിലായാൽ, ഇതിപ്പം വിഭാവന ചെയ്തിരിക്കുന്ന ഒരു പദ്ധതിയാണ്, ഇത് നടപ്പിലാക്കാൻ വളരെ എളുപ്പവുമാണ്, വളരെ പെട്ടെന്ന് നടപ്പാക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ്. ഇതുകൊണ്ട് അനേകായിരങ്ങൾക്ക് കണ്ണുനീർ തുടയ്ക്കാൻ കഴിയുമെങ്കിൽ അതൊരു വലിയ പദ്ധതി തന്നെയാണ്. വളരെ നല്ലൊരു കയ്യടി അർഹിക്കുന്ന ഒരു പദ്ധതി തന്നെയാണ്. ഇത് വളരെ കൃത്യമായി നടപ്പിലാക്കുകയാണെങ്കിൽ അത് തീർച്ചയായും നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷവും വരുന്ന സാധാരണക്കാർക്ക് ഏറ്റവും വലിയ ആശ്വാസമായിട്ട്